ഇവിടെ എന്തോ ഒരു വെച്ച മീനിന്റെ മണം വരുന്നല്ലോ. അതെ, മെനങ്ങാന്ന് വെച്ച മീനിന്റെ മണമായിരിക്കും അല്ലേ? ஆமா ஆமா, முன்னா நேத்து நாங்க ஒரு நெய் மீன் குழம்பு வச்சோம், அதோட மனம். അല്ല 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 അല്ല, ഇത് ആ മണമല്ല. ഇത് ഇപ്പൊ വെച്ചേ എന്ന് വെച്ചാലേ 2 ദിവസം മുമ്പേ നമ്മൾ വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ നമ്മളെടുത്ത് ചൂടാക്കി മീനിന്റെ മണം വരുന്നു. അയ്യോ, അങ്ങനെ ആയിരിക്കൂല. ഫ്രിഡ്ജിൽ വച്ചിരിക്കണ മീനിന്റെ മണമായിരിക്കും. അല്ലല്ലല്ല, ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയ മീനിന്റെ മണം. ഈ മീനിന്റെ മണം എവിടെ നിന്നാലും എന്റെ മൂക്ക് അപ്പം പിടിക്കും. മണം പിടിക്കാൻ ഇതെന്തോന്നു, പട്ടിയുടെ ജന്മം. നല്ല മണം. മാഡത്തിന് എന്ത് മീനാ ഇഷ്ടം? അയ്യോ, നല്ല ചോദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ആവോലിയാ ഇഷ്ടമേ. പിന്നെ എനിക്ക് നെമ്മീൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചൂര എന്റെ ജീവനാ. അയ്യോ, ചൂരക്കറി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ണു. അല്ല, ഏത് മീനാ ഇഷ്ടമില്ലാത്ത? അങ്ങനൊന്നും ഇല്ല എനിക്ക് എല്ലാ മീനും ഇഷ്ടം. ഇപ്പൊ വ്രതമായോണ്ട, കഠിന വ്രതമല്ലയോ, അതുകൊണ്ട് മീനൊന്നും കൂട്ടാൻ. പക്ഷെ ഇവിടെ എന്തോ വെച്ച മീനിന്റെ നല്ല മണം. ആരാ കൈപ്പുണ്യമുള്ള ആരെവിടെ മീൻ വെച്ച്? അയ്യോ, നല്ല മണം കേട്ടോ. എന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എന്താ ഒന്ന് അകന്ന് നിൽക്കൂ, മാറങ്ങോട്ട് നോക്കട്ടെന്ന്. ഓ, മീൻകറി. അയ്യോ, എന്തൊരു മണം. ഇത് ചൂരയല്ലേ? ചൂരമീനല്ലേ ഇത്? അല്ലേ? 2 ദിവസം മുമ്പ് ഇത് കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേക്കുമല്ലായിരുന്നോ? ഇപ്പോഴെടുത്ത് ചൂടാക്കിയതല്ലേ? അയ്യോ, ഈ മീനിന്റെ മണം അടിച്ചാൽ ഇത് എന്ന് പിടിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അത്രയ്ക്ക് പിടിക്കുക ഞാന്. അയ്യോ, എന്റെ ജീവനായി ചൂര. ഇതങ്ങോട്ട് ഇട്ടിട്ട് ഒരു കാലം ചോറ് അങ്ങോട്ടങ്ങോട്ട് തട്ടിയിട്ട് ഒരു കോണിയിൽ നിന്നിരുന്ന ഒരു തീറ്റയൊന്ന് തിന്നണോ എന്റെ അമ്മച്ചി. അയ്യോ, എനിക്ക് വയ്യ. പൊള്ളി പൊള്ളി കൈ വെച്ച് ഞാനങ്ങ് കാണിച്ചോളാം. ചൂടാണല്ലോ ഇത്. ஐயோ, அது முழுசா அவங்க சாப்பிட போறாங்களா? அப்ப அவங்களோட விரதம்? ஐயோ, എന്തിനാ കൊണ്ടുപോയി നമുക്ക് നോക്കാം. വാ. ഇതിനി ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. എല്ലാരും വെച്ച് കഴിച്ചാൽ മതി. അയ്യോ, മീൻകറി പോയി. ഞാൻ പോകുന്നിടം വരെ ഇവിടെ നോൺ വെജ് വെക്കാൻ പാടില്ല. ശരി, സമ്മതിച്ച്. ഞങ്ങളെ മിസ്റ്റേക്ക്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. പിന്നെ ഇവർക്കൊക്കെ ചോറ് ഇറങ്ങി ഇച്ചിരി നോൺ വെജ് അകത്തേക്ക് പോകണം, അതുകൊണ്ടാണ്. ഇതിപ്പോ കറി ഞങ്ങൾ കളഞ്ഞല്ലോ. ഇനിയിപ്പൊ ആർക്കാ നോൺ വെജ് വേണ്ടത്? ചോറ് ഇറങ്ങാത്ത ആർക്കാ? അത് സിദ്ധളി ആണോ? എന്താ പറ്റിയത്? ഒന്നും പറ്റില്ല, ഞങ്ങൾ എന്നെ മുട്ടി. എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നുമില്ല, ഞങ്ങൾ ഇച്ചിരി മീൻകറി അടുക്കളയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാഡം ആ ചട്ടിയോടെ എടുത്തോണ്ട് വന്നതേ അവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഓ, സമാധാനമായി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇവർക്ക് ദേഷ്യം കയറിയാണ്ടല്ലോ ഫുൾ അടിച്ചു പൊളിച്ചു കളയും. അല്ല, മീൻകറി പോയത് പൊക്കോട്ടെ, നല്ല ഒന്നാന്തര ഒരു ചട്ടിയായിരുന്നു. ഞാൻ പാഴൂരിന്ന് മേടിച്ചോണ്ട് വന്ന നല്ല പഴയ ഒരു ചട്ടി. ഞങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് നിങ്ങളൊരു ബില്ല് അങ്ങോട്ട് ഇടത്തില്ലയോ? അതിന്റെ കൊടുത്ത് ഒരു 10-15 കൂട്ടി അങ്ങ് ഇട്ടോ. എന്നിട്ട് പുതിയൊരു ചട്ടി അങ്ങ് മേടിച്ചോ. അല്ല, പുതിയ ചട്ടി മേടിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. പക്ഷെ ഇതെന്റെ കൈക്കിണങ്ങി ഒരു പഴയ ചട്ടിയായിരുന്നു, അതാ ഒരു വിഷമമായി പോയത്. പഴയ ചട്ടി പൊട്ടിയാണ് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ആ, അത് വീട് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച്. ഇനി ഓരോരുത്തരുടെ വഴിക്ക് പോച്ചല്ലേ. ഇനിയിപ്പം ഞാൻ പോകുന്നിടം വരെ ഇവിടെ നോൺ വെജ് ഒന്നും വെക്കരുത്. വെച്ചാൽ ഞാൻ ചട്ടിയല്ലേ പൊട്ടിക്കും. എന്നാ പ്രാക്ടീസ് ചെയ്യട്ടെ. അയ്യോ, ഇവിടെ അല്ല. മീൻകറി കളഞ്ഞെടുത്ത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നേ? ഇവിടെ അല്ല, അപ്പുറത്ത്. കാണാൻ വരുന്നുണ്ടോ? അമ്മച്ചി വാ, കാണാം. ആരുടെ അമ്മച്ചി? പിള്ളേർ അമ്മച്ചി. പിള്ളേരുടെ അമ്മച്ചിയല്ലേ? അല്ല, നിന്റെ അമ്മച്ചിയല്ലല്ലോ. അയ്യോ, അമ്മച്ചി ചൂടാവുന്നു. എന്നാ പിന്നെ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യട്ടെ. വാ ഗോവേട്ടാ. അതെ, അവള് പറഞ്ഞതിനെതിരായിട്ട് ഒന്നും ഇവിടെ പ്രവർത്തിക്കണ്ട. ചിരിച്ചോണ്ട് നിൽക്കുവാണെങ്കിലും ദേഷ്യം വന്നാ പിടിച്ചാ കിട്ടൂല. അതുകൊണ്ടാ. നല്ല കലാകാരി. അതെ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അസാധ്യ കലാകാരിയാണ്ടോ. ശരിയേട്ടോ, പോട്ടെ.